വർത്തമാനകാല സംഭവങ്ങൾ വെറും മായാവിലാസം മാത്രമാണ് എന്ന് അദ്ദേഹം കരുതുന്നില്ല. വർത്തമാന കാലത്തിന്റെ സമസ്യകളെ നേരിടുന്ന പ്രായോഗികമതിയായ ഒരു വേദാന്തിയെ നമുക്ക് ഗുരുവിൽ കാണാനായിട്ട് കഴിയും. ഈശ്വര സാക്ഷാത്കാരത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ തന്നെ വർത്തമാനകാല ലോകജീവിതത്തെ അനുഭവത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാനും പരിവർത്തിപ്പിക്കുവാനും ഉദ്യമിക്കുന്ന ഒരു യോഗിചര്യയാണ് നമ്മൾ ഗുരുവിൽ കാണുന്നത്. ഗുരുവിന്റെ ഒരു മാതൃക ഗുരു ശിഷ്യനായ ആശാൻ പകർത്തിയിട്ടുള്ളത് നമുക്ക് ഓർക്കാവുന്നതാണ്. ആശാന്റെ നാളികയിലെ ആദ്യ ശ്ലോകങ്ങളിൽ നമ്മൾ കാണുന്ന ഹിമോൽ ശൃംഖലകളിൽ നിന്നും താഴെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന അലിവിന്റെ മൂർത്തിയായ ദിവാകര യോഗിയിൽ ഈ ഗുരുവിന്റെ ഒരു ബിംബം നമുക്ക് സൂക്ഷ്മമായി ദർശിക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹം മുകളിൽ പോയി തന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടല്ല, താഴെയുള്ള ഈ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തുന്ന സംസാര ജീവിതത്തിൽ തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു കർമ്മയോഗിയായിട്ടാണ് ഗുരു വന്നിട്ടുള്ളത് എന്ന് കാണാം. ഗുരുവിന്റെ കവി സാധന ശ്രീനാരായണനിൽ പിൽക്കാലത്ത് വന്ന പരിവേഷങ്ങളെ മാറ്റിവെച്ച് വേണം നമ്മൾ ഗുരുവിന്റെ കവിതയിലേക്ക് പ്രവേശിക്കാൻ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതിന് കാരണം ഗുരുവിന്റെ രചനാ പരിശ്രമങ്ങളെ അതേ നിലയിൽ കാണുന്നതിൽ നിന്ന് നമ്മുടെ ആരാധന നമ്മുടെ കണ്ണു മറയ്ക്കരുത് എന്നുള്ളതാണ്. അക്കാലഘട്ടത്തെ സാഹിത്യ ഭാവുകത്വത്തെ കുറിച്ച് നമുക്കറിയാം. പ്രാസവാദം പോലെ കവിതയിൽ രൂപശില്പമാണോ പ്രമേയമാണോ പ്രധാനം എന്നുള്ള പ്രധാന ചർച്ച നടക്കുകയും കവികളൊക്കെ വിവിധ ചേരികളിലായിട്ട് വാദഗതികൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് അത്. അക്കാലത്തെ സാഹിത്യ ഭാവുകത്വം എന്ന് പറയുന്നത് നമ്മൾ പഠന സൗകര്യത്തിന് വേണ്ടി സാഹിത്യ ചരിത്രകാരന്മാരൊക്കെ നിയോ ക്ലാസിക് ഭാവുകത്വം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ഒരു ഭാവുകത്വമാണ്. പാണ്ഡിത്യത്തിനും നിയമാവലികൾക്കൊക്കെ അതേപോലെ കാർക്കശ്യം കൊടുത്തുകൊണ്ട് അലങ്കാര കൽപ്പനകൾക്കും വിചിത്ര കൽപ്പനകളിലൂടെ കവിയുടെ ഭാവന വിചിത്രമായിട്ടുള്ള കൽപ്പനാശേഷിയും കൈത്തഴക്കവും ഒക്കെ തെളിയിക്കുന്ന ഒരു വലിയ കസർത്താണ് അന്നത്തെ മികച്ച കവികളുടെ കാവ്യലോകത്ത് നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് നടന്ന സെഷനുകളിൽ ഇവിടെ ഉദ്ധരിക്കപ്പെട്ട മിക്കവാറും കവിതകളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമുക്ക് ഈ പറഞ്ഞ അനുഭവം അതിലെ വരികളുടെ ഭാഷാ സ്വഭാവം നമ്മിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ കാണാം. ഗുരു തന്റെ ചുറ്റുപാടുമുള്ള ജീവിതത്തിലേക്ക് കണ്ണു തുറന്നു വെച്ചിരുന്നത് പോലെ തന്റെ ചുറ്റുപാടുമുള്ള സാഹിത്യ ലോകത്തിലേക്കും കണ്ണു തുറന്നാണിരുന്നത്. ആ സാഹിത്യം ഗുരുവിനെ ആകർഷിച്ചിട്ടുണ്ട്. അതിന്റെ ശില്പവിദ്യ അദ്ദേഹത്തെ അനുകരണത്തിനും പ്രേരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അക്കാലത്തെ സാഹിത്യ സംഭവങ്ങളോട് പ്രതികരിച്ചിട്ടുള്ള ഒരു കവിയാണ്. പച്ചമലയാളത്തിൽ അദ്ദേഹം അറിവ് ജാതിലക്ഷണം പോലെയുള്ള കവിതകൾ എഴുതിയ ഉദാഹരണം. മുഴുവൻ മലയാളത്തിൽ ഒരു പൂർണ്ണമായ കാവ്യം എഴുതാനാവില്ല എന്ന വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പോലെ ഉള്ളവർ എഴുതി വന്ന ഒരു പ്രസ്ഥാനമാണ് പച്ചമലയാളം. ഇദ്ദേഹം ശ്രീനാരായണ ഗുരു അറിവ്